കൊടുത്തത് എന്നമ്മ പരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടാതെ വീണ്ടും ജനലിക്കിട്ട് 2 തട്ട് കൊടുത്തു. ആരാന്നാ ചോദിച്ചത്? അമ്മ അല്പം ദേഷ്യപ്പെട്ട് വാതിൽ തുറന്ന് നോക്കാൻ എഴുന്നേൽക്കും പോലെ എനിക്ക് തോന്നി. ഞാൻ പതി ജനൽക്കരി നിന്ന് മറിഞ്ഞു നിന്നു. അമ്മ ഒന്ന് വാതിൽ തുറന്ന ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ നെഞ്ചി പുറപ്പെടാൻ ചെറുതായി അടിക്കുന്നുണ്ടായിരുന്നു. ആരാ ഈ ജനലിൽ വന്ന് മുട്ടിയത് ചോദിച്ചു. എൻ്റെ അമ്മ സജിനിയും 5 സെന്റിലും പാലക്കാട് നിന്ന് 10 സെന്റ് സ്ഥലവും വീടും വിറ്റ് ആലപ്പുഴയിൽ സ്ഥലം മാറി. അവിടെ ഞങ്ങൾ 5 സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടും വാങ്ങിച്ച് താമസം തുടങ്ങി. എൻ്റെ പേര് സനോജ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അലുമിനിയം ഫാബ്രിക്കേഷന് പോകുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെത്തി പണി അറിയുന്ന കാരണം എനിക്ക് അശോകൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ കീഴിൽ ജോലിയും കിട്ടും. അനുജൻ സനൽ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. പാലക്കാട് വെച്ച് അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ 7 പഠിക്കുന്ന സമയത്ത് പാലക്കാട് ഒരു തമിഴത്തേക്കപ്പോൾ എൻ്റെ അച്ഛൻ നാട് വിട്ട് പോയതാണ്. അയാളുടെ കാര്യം ഞാൻ അധികം പറയുന്നില്ല. 2 മക്കളെ അമ്മയ്ക്ക് കൊടുത്ത ശേഷം അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വത്തിന് അവകാശം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ. ഒടുക്കം നാട്ടിലെ കുറച്ച് പ്രമാണിമാരിടപെട്ട് അച്ഛനായിട്ട് 4 എണ്ണം പൊട്ടിച്ചാണ് ആ പ്രശ്നം സോൾവ് ആക്കിയത്. തമിഴത്തേക്കൊപ്പം നാട് വിട്ട് പോയിട്ടും നാട്ടുകാരറിയാതെ അച്ഛൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരലൊക്കെ പതിവായിരുന്നു. അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയിട്ട് കൂടി അച്ഛൻ്റെ ഭീഷണികൾക്ക് കുറവുണ്ടായിരുന്നില്ല. ഒടുക്കം ഗതികെട്ടാണ് അമ്മ സ്ഥലം കിട്ടിയ കാശിന് വിറ്റ് ആരോടും ഒന്നും പറയാതെ ആലപ്പുഴയിൽ ഒരു ഗ്രാമത്തിൽ വന്ന് താമസം ആരംഭിക്കുന്നത്. ഞാൻ ജോലിക്കറിഞ്ഞ ശേഷം അമ്മയുടെ പകുതി പുറം കുറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ അമ്മയ്ക്ക് കൊയ്ത്ത് ജോലിയാണ് കിട്ടിയത്. കൊയ്യാനും ഞാർ നടാനും മെതിക്കാനും എല്ലാം അമ്മ ദിവസങ്ങൾക്കുള്ളിൽ പഠിക്കുകയും ചെയ്തു. അനുജൻ പഠിത്തം തുടർന്നു. ഞങ്ങൾ ഒത്തിരി ആർഭാടങ്ങളില്ലാതെ അങ്ങനെ ജീവിച്ചു പോന്നു. മറിച്ച് ഞാൻ നേരിൽ കണ്ട അനുഭവങ്ങളാണിതെല്ലാം. ഞങ്ങൾ വീടിന് തൊട്ട് ചേർന്ന് ഒരു ഹിന്ദിക്കാരൻ്റെ ഫാമിലി താമസിച്ചിരുന്നു. കമ്പിളിപ്പൂപ്പ് ഐറ്റംസ് വിൽക്കുന്ന ഒരു ഗ്രാമീണനായ ഭായിയും അയാളുടെ ഭാര്യയും ഒരു മക്കളും. ഭായിക്ക് 40 അയാളുടെ ഭാര്യയ്ക്ക് 37 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം 48 വയസ്സുള്ള എൻ്റെ അമ്മ സജിനിയേക്കാൾ ഇളയതായിരുന്നു അവർ രണ്ടാളും. അവരുടെ ഏക മകൾ മല്ലിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 19 വയസ്സുണ്ടെങ്കിലും കണ്ടാൽ +1 പഠിക്കുന്ന പെണ്ണാണെന്നേ തോന്നുന്നു. എണ്ണ കറുപ്പും ചെമ്പ മുടിയും മൂക്കിൽ ഒരു റിങ്ങും ധരിച്ച സുന്ദരി പെൺകുട്ടിയായിരുന്നു മല്ലിക. ലൂസായ സൽവാറും മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഉടുപ്പുമാണ് അവൾ മിക്കപ്പോഴും ധരിക്കുന്നത്. കണ്ട നിഷ്കളങ്കമായ മുഖവും മെലിച്ച ശരീരവും ഒരു മുതിർന്ന സ്ത്രീയുടെ തോൾ വരെ ഉയരവും മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത്. കുഞ്ഞിച്ച് കൊല്ലുന്ന മലയാളം അവർ 3 പേർക്കും വശമുണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ മറ്റുള്ളവരുടെ അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരല്ലായിരുന്നു. അയാളുടെ ഭാര്യയും മോളും ഇടയ്ക്ക് മാത്രം അമ്മയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുട്ടിന് മുകളിൽ മല്ലിക എന്ന ആ പെണ്ണ് ഉടുപ്പ് ധരിക്കുന്നത് ഞാൻ അവരെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കണ്ണിൽ ഒരു കാര്യം പെട്ടത്. 42 വയസ്സുള്ള എൻ്റെ അമ്മ സജിനിക്ക് മല്ലിക എന്ന അവളോട് എന്തൊരു വല്ലാത്ത ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ എപ്പോഴും അവളെ കെട്ടിപ്പിടിക്കുകയും നോക്കിയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ അവളെ എപ്പോഴും പുറത്ത് കൊണ്ടുപോകാറുണ്ട്. അത് അവർക്ക് സമ്മതവുമായിരുന്നു. അങ്ങനെ പുറത്ത് കൊണ്ടുപോയി അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അമ്മ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഒരു പെൺകുട്ടിയില്ലാത്തതിൻ്റെ സങ്കടം അങ്ങനെ മാറുന്നതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അമ്മയ്ക്ക് അതിലേക്ക് നല്ല സന്തോഷമായിരുന്നു അവൾ നൽകിയിരുന്നത്. അമ്മ അതുവരെ മറച്ചു വെച്ചിരുന്ന അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മ അവളോട് തീർക്കുമായിരുന്നു. അവൾക്കും അതെല്ലാം ആസ്വദിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ 2 പേരും അത് നല്ലപോലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ഞാനത് കണ്ടു. എനിക്കും അവരുടെ ആ തീരുമാനത്തിൽ ഒട്ടും വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം അമ്മയുടെ ജീവിതം ആസ്വദിക്കട്ടെ എന്ന് തന്നെ ഞാൻ കരുതി. കാരണം ജീവിതത്തിൽ ഒരുപാട് പേർ അനുഭവിച്ചതല്ലേ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതികളിൽ അമ്മ നടക്കട്ടെ എന്ന് ഞാനും കരുതി. ഞങ്ങളുടെ ഇഷ്ടത്തിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അമ്മയെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. അവളുടെ അച്ഛനമ്മയും പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ഒറ്റയ്ക്കാണ് വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത്. അമ്മ എപ്പോഴും അങ്ങോട്ട് ചെല്ലാറുണ്ട്. ഇവിടുത്തെ പണി കഴിഞ്ഞാൽ അമ്മ അവിടെ പോകും. എന്നിട്ട് ആ പെൺകുട്ടിയെ അവളെ സഹായിക്കും. തിരിച്ചു വരുമ്പോൾ എന്നോട് പറയും, അവൾ ചെറുതല്ലേ, അത്രയധികം പണികളൊന്നും ചെയ്യാൻ അവൾക്ക് പറ്റില്ലല്ലോ. 19 വയസ്സല്ലേ അതിനായിട്ടുള്ളൂ. പ്രായപൂർത്തിയായെങ്കിലും അതിനെ കൊണ്ട് എല്ലാ പണികളും പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടതല്ലേ. അതുകൊണ്ട് കുറേയൊക്കെ ഞാനും പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവർക്കൊക്കെ എന്തറിയാം, അവർ കാലത്ത് ജോലിക്ക് പോയി പിന്നെ അവർക്ക് ശ്രദ്ധയില്ല. പെൺകുട്ടികളല്ലേ, അവരെല്ലാം പഠിപ്പിച്ച് വിടണ്ടേ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെന്ന് അവളെ പഠിപ്പിക്കുന്നത്. ഓ അത് സാരില്ലമ്മേ, അമ്മയിൽ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അമ്മയ്ക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം അമ്മ പഠിപ്പിച്ചു കൊടുത്തോളൂ. അവൾക്ക് സന്തോഷമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അമ്മേ. അതന്നെ മോനെ, എനിക്കും അതൊക്കെ സന്തോഷം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് തന്നെ. എനിക്കത് ആർക്കും പഠിപ്പിക്കാനോ എനിക്ക് അനുഭവത്തിൽ കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവളെങ്കിലും അതെല്ലാം പഠിച്ച് അറിഞ്ഞിരിക്കട്ടെ. ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇനി അറിയില്ലല്ലോ. ആരുമില്ലാത്തപ്പോൾ മല്ലിക ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട്. അമ്മയോട് എപ്പോഴും സഭ പറഞ്ഞിരിക്കും. അമ്മയുടെ ഈ നാടൻ വിഭവങ്ങൾ അവൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അമ്മ നല്ല പോലെ പാചകം ചെയ്യുന്ന ഒരാളാണ്. അമ്മയുടെ രുചി എന്ന് പറഞ്ഞാൽ അത്രയും രുചിയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അനിയൻ വല്ലാതെ വിഷമിച്ച് അവിടെ ഇരിപ്പുണ്ട്. ആകെ വാടിത്തള്ളുന്ന പോലെ. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അമ്മ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ പറ്റി അമ്മ? അവന് എന്താണെന്നറിയില്ല, നല്ല പോലെ പനിക്കുന്നുണ്ട്, കുളിരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവനൊന്ന് എൻ്റെ കൂടെ കിടക്കട്ടെടാ. ശരി ചേട്ടാ, ഞാൻ നമ്മുടെ കൂടെ കിടക്കാം. അങ്ങനെ അതും പറഞ്ഞ് അവർ 2 പേർ അമ്മ അവനെ കൊണ്ട് അകത്തേക്ക് പോയി. പിന്നെ പിറ്റേന്ന് അവൻ നല്ലപോലെ ഉഷാറുണ്ടായിരുന്നു. ഇത്ര വേഗം പനി വിട്ടൂടെ? അമ്മ ഇന്നലെ എന്തൊക്കെയോ മരുന്ന് എനിക്ക് തന്നു, നല്ല സുഖമുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ എനിക്കൊരു വേദനയും ഉണ്ടായിട്ടില്ല ചേട്ടാ. നന്നായി. പിറ്റേന്ന് കാലത്ത് അവൻ നല്ലപോലെ എന്നിട്ട് ചായ കുടിക്കുകയായിരുന്നു. അമ്മ ഒന്നരത്തും പോലെ അടുക്കളയിൽ നിന്ന് കുലുക്കി ദോശ ഇടുന്നുണ്ട്. ഞാൻ പല്ല് തേക്കാണെങ്കിൽ ബാത്റൂമിൽ കയറി. ബാത്റൂമിൻ്റെ ചെറിയ ഈ
അവിടെ ഡ്രസ്സെല്ലാം കിടക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അന്ന് അവൻ കോളേജിലേക്ക് പോയി. പിന്നെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമായി. ഞാൻ അമ്മ ചായ കുടിച്ച് കഴിയുന്നതും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അമ്മ കൈ കഴുകാനായി അടുക്കള വശത്തേക്ക് പോയതും അയ്യോ മോളെ വിട് എന്ന് ശബ്ദം കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. മല്ലിക അമ്മയെ വട്ടം കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. ആൻറ്റി വാ ആൻറ്റി, എനിക്ക് ഇന്ന് ആ സാമ്പാർ വയ്ക്കാൻ പഠിപ്പിച്ചിട്ട് ആൻറ്റി, ക്യാരറ്റ് ഇട്ട സാമ്പാർ. എന്തൊക്കെയാണ് മോളെ പറയുന്നത്? ഇന്ന് ആൻറ്റിക്ക് നേരല്ല മോളെ, പിന്നെ ചെയ്യാം. അത് പറ്റില്ല ആൻറ്റി, ഇപ്പോൾ തന്നെ വാ. അതും പറഞ്ഞ് അമ്മയെ നിർബന്ധിച്ച് കൊണ്ടുപോയായിരുന്നു. അങ്ങനെ അവൾ നിർബന്ധിച്ച് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ പഠിപ്പിക്കൽ എന്തായാലും ഒന്ന് കാണട്ടെ എന്ന് വെച്ച് ഞാനും അങ്ങോട്ട് അവരുടെ പിന്നാലെ ചെന്നു. ഞാൻ അവിടെ ജനലവിടെ നല്ല പോലെ മണം വരുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും കൊതിയായി. ഇത്രയും നല്ല മണം ഇവിടെ നിന്ന് പോലും വന്നിട്ടില്ല. ഞാൻ ജനലയിൽ ഒന്ന് തട്ടി. അപ്പോൾ പെട്ടെന്ന് ശബ്ദമാണ് വന്നത്. ഞാൻ വീണ്ടും തട്ടി. ഇന്ന് 2 വട്ടം തട്ടിയത്. ആരാ അത് എന്ന് അമ്മ പരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ ഒന്നും വേണ്ടത് വീണ്ടും ജനലിക്കിട്ട് 2 തട്ട് കൊടുത്തു. ആരാന്നാ ചോദിച്ചത്? അമ്മ അല്പം ദേഷ്യപ്പെട്ട് വാതിൽ തുറന്ന് നോക്കാൻ എഴുന്നേൽക്കും പോലെ എനിക്ക് തോന്നി. ഞാൻ പുതിയ ജനൽക്കരി നിന്ന് മറഞ്ഞു നിന്ന്. അമ്മ ഒന്ന് വാതിൽ തുറന്ന ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ നെഞ്ചി പടപെടാൻ ചെറുതായി അടിക്കുന്നുണ്ടായിരുന്നു. ആരാ ഈ ജനലിൽ വന്ന് മുട്ടിയത്? ചോദിച്ചു കേട്ടില്ല ആരാന്ന്. പെട്ടെന്ന് ഞാൻ അമ്മയുടെ മുന്നിലേക്ക് അമ്മ ഞാനാമ്മേ. നീയായിരുന്നു ഒക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ചെക്ക, എന്താടാ? ഞാൻ ഇങ്ങോട്ട് പോരാന്ന്. അമ്മ ഇവിടെ വന്ന് നിൽക്കായിരുന്നു. ഞാൻ എത്രയായി അവിടെ അന്വേഷിക്കുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ അമ്മ, എന്തെങ്കിലും വന്ന് ഉണ്ടാക്കിയതാ. അപ്പോഴേക്കും അമ്മ എന്താ ഇങ്ങോട്ട് വന്നത്? അയ്യോ എൻ്റെ പൊന്നു മണി, ഈ പെണ്ണ് എന്നെ വെറുതെ വിടണ്ടേ? അവൾക്ക് ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതാ. ഞാൻ കണ്ടു നമ്മുടെ സാമ്പാർ ഉണ്ടാക്കില്ല, നല്ല മണം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് നോക്കാൻ വന്നത്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഇരിക്കാൻ വയ്യ അമ്മ. എന്താ അമ്മ അങ്ങനെ? അപ്പോഴായിരുന്നു അകത്ത് നിന്ന് ആ ശബ്ദം ഞാൻ കേട്ടത്. അമ്മ ആൻറ്റി എന്നാൽ പിന്നെ ചേട്ടനും കൂടെ അകത്തേക്ക് വിളിക്കുക, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഇരുന്ന് കഴിക്കാം എന്ന് അവൾ മലയാളത്തിൽ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് എനിക്ക് സന്തോഷമായി. ആദ്യമായിട്ടാണ് മറ്റു സ്ഥലത്തിരുന്ന് കഴിക്കാൻ പോകുന്നത്. അതാലോചിച്ച് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എന്നാൽ ശരി മോനെ, നീ ഇങ്ങോട്ട് കയറുക, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ. ഇനി എന്തായാലും ഇവിടുത്തെ മണം കേട്ട് കുതിരി സഹിക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി അവർക്ക് എന്തായാലും ബുദ്ധിമുട്ടായാലും വെച്ചാൽ ഞാൻ പറയാതിരുന്നത്. അതൊന്നും സാരില്ല ചേട്ടൻ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു. ഇത്ര നാളായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് തന്നെ. കണ്ടാൽ തന്നെ ചെറിയ വീടായിരുന്നു അത്. അടുപ്പെല്ലാം താഴത്തായിരുന്നു. അങ്ങനെ ആ അടുപ്പിലാണ് അമ്മ അവൾക്ക് എല്ലാം വെച്ച് കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കി. നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പം തന്നെ വെച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നല്ലപോലെ ചൂടുണ്ടായിരുന്നു. അങ്ങനെ കല്ലിൽ അമ്മ എനിക്ക് നല്ലപോലെ ദോശയിട്ട് തന്നു. അവളും എനിക്ക് ദോശയിട്ടു, ഞാൻ അവർക്കും ദോശയിട്ട് കൊടുത്തു. ഒപ്പം ആ സാമ്പാറും ഇട്ടുകൊണ്ട് കഴിച്ചപ്പോൾ ഇതുവരെ ഇല്ലാത്ത രുചിയായിരുന്നു അതിനെ. 2 പേരും കൂടി എന്നെ നല്ലപോലെ തീറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും രുചിയോടെയാണ് ഞാൻ ആ സാധനം കഴിച്ചത്. ജീവിതത്തിൽ ആദ്യമാണ് ഇത്രയും ടേസ്റ്റോടെ തന്നെ കഴിക്കുന്നത് തന്നെ, ഇത്രയും സ്നേഹത്തോടെ. അമ്മ ഈ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് തരുന്നത്. അനിയനെ പലപ്പോഴും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനങ്ങനെ അത്രയും അങ്ങോട്ട് ഇടപഴകാത്ത കാരണം അമ്മ എനിക്കങ്ങനെ ഒന്നും ചെയ്തു തരാറില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് എനിക്കെല്ലാം കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം ഞാനും അങ്ങനെയായിരുന്നു അമ്മയോട് പെരുമാറിയത്, അത്രയും സ്നേഹത്തോടെ. അമ്മയുടെ മനസ്സെന്താണെന്ന് ശരിക്കും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇനി എല്ലാ സന്തോഷവും ഞാനും അമ്മയ്ക്ക് നൽകും. എൻ്റെ ഭാഗത്തുനിന്നും അമ്മയ്ക്ക് എല്ലാ സന്തോഷവും ഉണ്ടാകുമെന്ന് ഞാൻ അപ്പോൾ മനസ്സിൽ വിചാരിച്ചു. ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു. അത് കേട്ട് അമ്മ പറഞ്ഞു, വളരെ സന്തോഷം മോനെ, നിങ്ങളൊക്കെ എല്ലാം അമ്മയുടെ ജീവിതം, നിങ്ങൾ ഇതുവരെ ഇല്ലാത്ത എല്ലാ സന്തോഷവും ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. മോനും കൂടി ആയാൽ പിന്നെ അമ്മയ്ക്ക് അത് അതിമധുരമാണ്. നിൻ്റെ അച്ഛൻ്റെ കാര്യം അറിയാലോ, അങ്ങേരെ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ വിട്ടിട്ടില്ല. ആളുടെ സന്തോഷം മാത്രമേ ആൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അമ്മ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത്. നിങ്ങളുള്ളത് കൊണ്ട് മാത്രം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ ഓടിപ്പോകുന്നത്. അയാളുടെ ദുരിതം സഹിക്കാൻ വയ്യാതെ. മക്കൾക്കറിയാലോ. ഇനി അമ്മ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല അമ്മേ. ഞങ്ങളെല്ലാവരും അമ്മയുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് അമ്മ എന്നും സന്തോഷമായി തന്നെ ഇരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതം ഒരു അടിച്ചുപൊളി തന്നെയായിരുന്നു. ഓരോ ദിവസവും മാറി അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് പഠിപ്പിച്ച് തരുമായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ എൻ്റെ ബൈക്കിലിരുത്തി പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. പുറത്ത് പോയുള്ള ആസ്വാദനം അമ്മ എന്നിൽ നിന്നാണ് അറിഞ്ഞത്. പുറത്ത് പോയുള്ള കാഴ്ചകളും എല്ലാം. അങ്ങനെ അമ്മ അതും ഒരുപാട് ആസ്വദിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.